ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന ഒരു സുന്നി മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹ് കൊടുത്ത കഴിവുകൊണ്ട് മരണപ്പെട്ടു പോയ അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് തേടിയാൽ. റഷീദ് സാഹിബെ, ആ വിശ്വാസം തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. പിന്നെ അവിടെ തേടേണ്ട കാര്യം തന്നെ ഇല്ല. തേടിയാൽ പ്രവർത്തനത്തിലും ശിർക്ക് വന്നു. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണത്. മാത്രവുമല്ല, മരണപ്പെട്ടു പോയ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മുഅ്ജിസത്ത് കറാമത്തിലൂടെ അവർ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ മരണത്തോടു കൂടി ഇവിടുത്തെ കാര്യകാരണബന്ധം അറ്റു. മാത്രവുമല്ല, മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അവർക്ക് നൽകപ്പെട്ട കഴിവും അല്ല, സൃഷ്ടാവ് അവരിലൂടെ പ്രകടിപ്പിക്കുന്നതാണ്. അല്ലാതെ ഈ അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ യഥേഷ്ടം എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കഴിവല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തെറ്റായി വിശ്വസിച്ചത് കൊണ്ടായില്ല കേട്ടോ. അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് സൃഷ്ടികളിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ചെന്നേയുള്ളൂ. അതുകൊണ്ട് ആ കഴിവ് സൃഷ്ടികൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടായില്ല. അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അങ്ങനെ ആ മുഅ്ജിസത്ത് കറാമത്ത് യഥേഷ്ടം അമ്പിയാക്കളും ഔലിയാക്കൾക്കും കൊടുത്ത കഴിവാണെന്നുള്ള വിശ്വാസം തന്നെ തെറ്റാണ്. അത് അള്ളാഹുവിന്റെ കഴിവാണ്. ആ കഴിവ് ഏത് സൃഷ്ടിക്കുണ്ടെന്നൊരാൾ വിശ്വസിച്ചാലും അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, ഏത് ആൾക്കും അങ്ങനെ ഒരു കഴിവ് സൃഷ്ടാവ് നൽകിയിട്ടില്ല, സൃഷ്ടാവ് വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആ കഴിവ് അവർക്കുണ്ട്. അങ്ങനെ യഥേഷ്ടം അവരവർ നമ്മളെ സഹായിക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ വിശ്വസിച്ചാൽ തന്നെ തേടണം എന്നില്ല. തേടിയാൽ പ്രവർത്തനത്തിലും ശിർക്ക് വന്നു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ച് ആളുകൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ് മുജാഹിദുകൾ. അതുകൊണ്ട് ഇത് വളരെ വ്യക്തമാണ്. ഇനി നിങ്ങൾ പറയുന്ന ഓരോന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എവിടെയാണ് നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് ഒന്ന് വളരെ വ്യക്തമാണ് കേട്ടോ. അത് ശിർക്കാണെന്നുള്ള ആയത്തോതാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇക്കണ്ട കാലം നമ്മൾ ആയത്തോതി കൊടുത്തിരുന്നു. സൂറത്ത് ഫാത്തിറും ഖുർത്തുബിയുടെ തഫ്സീറും പറഞ്ഞിരുന്നു. ഇവിസ്റ്റം നിർത്തി, ഒരിക്കലും ഓതൂല, ഇവിടുന്ന് ഓതിയില്ല, ഓതാത്ത എന്താന്ന് ചോദിച്ചു. റഷീദ് സാഹിബെ, നിങ്ങൾ ഈ പറയുന്ന സൂറത്തുൽ ഫാത്തിറിലെ ആയത്തും ഖുർത്തുബിയുടെ വിശദീകരണവും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മാറ്റേണ്ട ഒരാവശ്യവും വന്നിട്ടില്ല. ഇക്കാലം അത്രയും നമ്മൾ ഓതിയ ആ സന്ദർഭങ്ങൾ ഏതാണ്? ആ സന്ദർഭം സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ തേട്ടം അത് സൃഷ്ടികളിലേക്ക് തിരിച്ചു. അത് സൃഷ്ടി മാറിയത് കൊണ്ട് ആ ആയത്തിന്റെ അർത്ഥം മാറ്റേണ്ട ആവശ്യം മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടില്ല. അത് മനുഷ്യനാകട്ടെ, മലക്കാകട്ടെ, പിന്നെ ജിന്നാകട്ടെ, ഏത് സൃഷ്ടിയാവട്ടെ, ഏത് സൃഷ്ടിയിലേക്ക് പോയാലും ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും എന്ന് പറയുന്ന ആയത്തിന്റെ ആശയവും അർത്ഥവും ഖുർത്തുബിയുടെ വിശദീകരണവും മുജാഹിദുകൾക്ക് മാറ്റേണ്ട ആവശ്യം വന്നിട്ടില്ല. നേരെ മറിച്ച് അത് സനമാണ്, ഹജറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥം മാറ്റേണ്ടി വന്നത് അഭിനവ ഖേന്നം എന്ന് പറയുന്ന കേരള നുണയൻ മുന്നണിക്കാണെന്ന യാഥാർത്ഥ്യം ഇൻഷാ അല്ലാഹ് വസ്തുനിഷ്ഠമായ തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്കിവിടെ സമർത്ഥിക്കാൻ സാധിക്കും. അതുകൊണ്ട് റഷീദ് സാഹിബെ, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ ആയത്ത് അന്നും ഇന്നും അതേ സന്ദർഭത്തിൽ ഓതി ആരുടെ മുമ്പിലും സമർത്ഥിക്കാൻ ഒരു പ്രയാസവും മുജാഹിദുകൾക്കില്ല എന്നത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ഈ വാചോടാപങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഇനി കഴിയില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞോ? സൂറത്ത് ഫാത്തിറും ഖുർത്തുബിയുടെ തഫ്സീറും പറഞ്ഞിരുന്നു. ഇവിസ്റ്റം നിർത്തി, ഒരിക്കലും ഓതൂല, ഇവിടുന്ന് ഓതിയില്ല, ഓതാത്ത എന്താന്ന് ചോദിച്ചു. അപ്പൊ എന്താ അദ്ദേഹം തന്നെ പറയുന്നു, അതിലുണ്ട് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. റഷീദ് സാഹിബെ, നിങ്ങളുടെ മനസ്സിലെ പൂതി പറയുകയാണ്. ഞങ്ങൾ അങ്ങനെ നിർത്തിയാൽ നന്നായിരുന്നേനെ എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഞങ്ങളത് നിർത്തൂല. ഈ ആയത്ത് നിങ്ങളുടെ പെടലൊക്കെ പിടിക്കുന്ന ആയത്താണ്. മനസ്സിലാക്കിക്കോ, പഠിച്ചോ, വിഷ്ടം അത് നിർത്തണമെന്ന് നിങ്ങളുടെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ നിർത്തൂല, ഒരിക്കലും ഓതൂല എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ആര് പറഞ്ഞു ഓതൂല? ഞങ്ങൾക്ക് 1000 വട്ടം ഓതാൻ ഒരു പ്രയാസവും ഇല്ല. ഇവിടുന്ന് ഓതിയപ്പം ചോദിച്ചു, അപ്പം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ആരോട് എവിടുന്ന് എപ്പം പറഞ്ഞു എന്ന് വ്യക്തമാക്കണ്ടേ? അത് നിങ്ങൾ വ്യക്തമാക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അത് മാത്രവുമല്ല, പിന്നെന്താണ്? ഖുർത്തുബി സൂറത്തുൽ ഫാത്തിറിലായത്തോതൂല, ഖുർത്തുബിന്റെ വിശദീകരണവും പറയൂല. എന്നാൽ നിങ്ങളുടെ ഈ വിദണ്ഡവാദത്തിന് ഈ ആയത്തിൽ തെളിവില്ല. നിങ്ങളുടെ വാദത്തെ ഗണ്ണിക്കുകയാണ് ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിലെ ആയത്ത്. നിങ്ങളുടെ വാദം എന്താ? മനുഷ്യരോട് ചോദിക്കുമ്പോൾ അനുവദനീയം. അതേ ചോദ്യം ജിന്നിലേക്ക് പോയാൽ ഇബാദത്ത്, അള്ളാഹുലേക്ക് പോയാൽ കുഫ്റാകുന്നത്. ഇങ്ങനെ ഒരു ഇസ്തിയാനത്തിനെ പറ്റിയല്ല ഈ പറയുന്ന ആയത്തിലുള്ളത്. അത് അള്ളാഹുവിലേക്ക് പോകേണ്ടതും സൃഷ്ടികളിൽ ഒരാളിലേക്കും പോകാൻ പാടില്ലാത്തതും മനുഷ്യരുൾപ്പെടെ ഒരു പടപ്പിലേക്കും പോകാൻ പാടില്ലാത്ത ഇസ്തിയാനത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അവിടെ നിങ്ങൾക്ക് എവിടെയോ തെളിവ്? നിങ്ങൾക്ക് അതിലൊരു തെളിവുമില്ല. സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ ഇലാ മഅബൂദിന മിമ്മാ യഅഖിൽ കൽ മലായികതി വൽ ജിന്നി
വൽ അംബിയ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വാദത്തിനുള്ള തെളിവല്ല, നിങ്ങളുടെ വാദത്തെ തകർക്കുന്ന ആയത്താണ് ഈ വിശുദ്ധ ഖുർആനിലെ ആയത്ത്. അത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്താകുന്ന ദുആ ഈ പറയുന്ന സൃഷ്ടികളിലേക്ക് തിരിച്ചാൽ, അത് ഹക്കിലുള്ളവരാകട്ടെ ഹക്കിലില്ലാത്തവരാകട്ടെ, അങ്ങനെ ഏതേത് സൃഷ്ടിയാവട്ടെ, ആ സൃഷ്ടികളിലേക്ക് പോകുന്നതൊക്കെ ആ സൃഷ്ടിക്കുള്ള ഇബാദത്തും അള്ളാഹുവിൽ പങ്കു ചേർക്കലുമാണ്. അവരുടെ ഇബാദത്തിന് ആ സൃഷ്ടികൾ നിഷേധിക്കുമെന്ന് പറഞ്ഞത് നിങ്ങളുടെ വാദത്തിനുള്ള തെളിവല്ല. നിങ്ങളുടെ വാദം എന്താണ്? മനുഷ്യരോട് ചോദിക്കുമ്പോൾ അനുവദനീയം, ജിന്നിനോട് ചോദിക്കുമ്പോൾ അതേ ചോദ്യം ജിന്നിലേക്ക് തിരിച്ചാൽ ജിന്നിനുള്ള ഇബാദത്ത് അത് അള്ളാഹുലേക്ക് പോയാലോ അള്ളാഹുവിനെ നിന്ദിക്കലാണ്, കുഫറാണ് എന്ന നിങ്ങളുടെ തലതിരിഞ്ഞ ഈ ട്രിനിറ്റി വാദത്തിനുള്ള ആയത്തല്ല ഇത്. ഇത് അള്ളാഹുവിനെ മാത്രം നൽകേണ്ട ആരാധനയാകുന്ന ഇബാദത്താകുന്ന ഇസ്തിആനത്ത് സൃഷ്ടികളിൽ ഒരാൾക്കും സമർപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് നിങ്ങളുടെ വാദത്തിന് തെളിവേ അല്ല. നിങ്ങൾക്കൊരായത്ത് പോലും വിശുദ്ധ ഖുർആനിൽ നിന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. റഷീദ് സാഹിബ്, അപ്പൊ അവര് തിരിച്ചു ചോദിക്കൂലേ? എന്താ ചോദിക്കുക? ഞങ്ങൾ മോചിത കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ള കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ആരോട് തേടിയാൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അമ്പിയാക്കളാണ്, ഔലിയാക്കളാണെന്ന വിശ്വാസത്തോടു കൂടി അള്ള കൊടുത്ത കഴിവുകൊണ്ട് മോചിത കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ള കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന് വിശ്വസിച്ച് തേടിയാൽ അത് ശിർക്കാണെന്ന ആയത്തിലില്ലല്ലോ. റഷീദെ, നീ വാസ്തവത്തിൽ എന്താണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് പോലും കൃത്യമായി പഠിക്കാതെയാണ് ഈ ഫിഫ്ത്ത് ഗിയറിലിട്ട് തട്ടിപ്പടച്ചോടിപ്പോകുന്നത്. അതുകൊണ്ട് മോനെ റഷീദെ, നീ കൃത്യമായി പഠിച്ചോ, മനസ്സിലാക്കിക്കോ. എന്താണെന്നല്ലേ ഇവിടെ അംബിയ ഔലിയാക്കൾക്ക് കൊടുത്ത കഴിവല്ല മോചിതത്ത് കറാമത്ത്. അംബിയ ഔലിയാക്കൾക്ക് യഥേഷ്ടമെടുത്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ അള്ളാഹു വിട്ടുകൊടുത്തൊരു കഴിവല്ല. അത് അള്ളാഹുവിന്റെ കഴിവ് അംബിയ ഔലിയാക്കളിലൂടെ പ്രകടിപ്പിക്കുന്നതാണ് അള്ള ഉദ്ദേശിക്കുമ്പോൾ. അല്ലാതെ അമ്പിയാക്കളും ഔലിയാക്കളും ഉദ്ദേശിക്കുമ്പോൾ യഥേഷ്ടം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കഴിവായി അള്ളാഹ് അവർക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കഴിവ് അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കത്തക്ക രീതിയിൽ കൊടുത്തുവെന്ന്, കൊടുക്കാത്ത കഴിവ് കൊടുത്തു എന്നുള്ള വിശ്വാസമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? ആ വിശ്വസിക്കുന്നതിനെയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്ന വിശ്വാസം എന്ന് നമ്മൾ പറയുന്നത്. നിനക്ക് മനസ്സിലായോ റഷീദെ? നിനക്ക് വല്ലതും തിരിയുന്നുണ്ടോ? അതല്ല, നീ നട്ടം തിരിയുകയാണോ? അത് നീ ഇവിടെ കൃത്യമായി നിനക്ക് നിന്റെ വിശ്വാസത്തിൽ വന്നിട്ടുള്ള പിഴവുകളാണ് ഇതൊക്കെ. ഇത് നീ കൃത്യമായി പഠിക്കാത്തതിന്റെ പോരായ്മയാണ്. അതുകൊണ്ടാണ് ഈ വിവരക്കേടുകളും ജഹാലത്തുകളും ഇങ്ങനെ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലല്ലോ. അപ്പൊ അത് നിങ്ങൾ ഇന്ത്യന്ന് പറയുകയാണെങ്കിൽ നിങ്ങളും പെട്ടിയില്ലേ? ആ ആയത്തിന്റെ തഫ്സീറിനല്ലേ ജിന്നിനെ പെടുത്തിയത്, പിശാചിനെ പെടുത്തിയത്? അതിലെവിടെയെങ്കിലും ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ട സഹായം തേടിയാൽ പ്രാർത്ഥനാകാത്ത ശിർക്കാകാത്ത ഒരു സഹായത്തേട്ടുണ്ടെന്ന് വിശദീകരിച്ചിട്ടില്ലല്ലോ. റഷീദെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത്ര വലിയ ജഹാലത്ത് പറയാൻ നിനക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും റഷീദെ? ആ ഇൻ തദൂഹും ലാ യസ്മഊ ദുആഅക്കും എന്ന് പറയുന്ന ആയത്തിൽ നിന്ന് ഒരു സൃഷ്ടിക്കും ഇസ്തിസ്ന ഇല്ല കേട്ടോ. ആ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യമേ അല്ല അത്. മനുഷ്യർക്ക് ആ കഴിവില്ല, ജിന്നുകൾക്ക് ആ കഴിവില്ല, മലക്കുകൾക്ക് ആ കഴിവില്ല. സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് നൽകപ്പെട്ട കഴിവുമല്ല പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യുക എന്നുള്ളത്. ജിന്നുകൾക്ക് നൽകപ്പെട്ട കഴിവല്ല പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യുക എന്നുള്ളത്. അതേപോലെ മലക്കുകൾക്ക് നൽകപ്പെട്ട കഴിവല്ല പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യുക എന്നുള്ളത്. അത് സൃഷ്ടാവിന്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. അതുകൊണ്ട് മനുഷ്യരോട് ചോദിക്കുമ്പോൾ അനുവദനീയവും, അതേ ചോദ്യം മനുഷ്യേതര സൃഷ്ടിയായ ജിന്നിനോട് ചോദിക്കുമ്പോൾ ഇബാദത്തും, അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ കുഫറുമാകുന്ന ആ ഇസ്തിആനത്തല്ല ഇവിടെ പറയുന്ന ഇസ്തിആനത്ത്. നിങ്ങളുടെ വാദമനുസരിച്ച് ഇവിടെ മനുഷ്യരോട് ചോദിക്കുമ്പോൾ അനുവദനീയം, അത് പ്രാർത്ഥനയാകുന്ന ഇബാദത്താകുന്ന ഇസ്തിആനത്താണോ? അല്ലല്ലോ. അവ മനുഷ്യരോട് ചോദിക്കാൻ പറഞ്ഞ ഇസ്തിആനത്ത് ഏതാ? അവിടെയാണ് നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയം. യഥാർത്ഥ മർമ്മത്തിൽ നിന്ന് കുതിറിച്ചാടി ആയത്തുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അവസരത്തിലും അനവസരത്തിലും ഉപയോഗിച്ച് ആളുകൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന റഷീദേ, നിന്റെ ജഹാലത്താണോ ഇവിടെ തകർന്ന് തകരിപ്പണമാകുന്നത്? അതുകൊണ്ട് ആയത്തിനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി കോട്ടിമാട്ടി തെറ്റിദ്ധരിപ്പിക്കാമെന്ന് നീ വിചാരിച്ചാൽ മുജാഹിദുകൾ നിന്നെ വെറുതെ വിടില്ല കേട്ടോ. മാറ്റി നിർത്തപ്പെട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളും മുശിരിക്കാണ്, സമസ്തക്കാരാണ്, ഞങ്ങളും നിങ്ങളും ഒരുപോലെ മുശിരിക്കല്ലേ എന്ന് ചോദിക്കും. റഷീദെ, നീ ആ പറയുന്നത് അഭിനവ കേന്നമുകാരോടാണെങ്കിൽ വളരെ കറക്റ്റാണ്. അല്ലാതെ വിസ്റ്റം വിഭാഗത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അത് യോജിക്കൂല. കാരണം എന്താണെന്നല്ലേ? നിങ്ങൾ ഇവിടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഇസ്തിആനത്തിൽ നിന്ന് ഇസ്തിസ്നാ മനുഷ്യർക്കുണ്ട് എന്ന തെറ്റായ അർത്ഥം പറഞ്ഞു വെച്ചു. അവ സമസ്തക്കാർ ചോദിക്കും, ഇൻ തദൂഹും ലാ യസ്മഊ ദുആഅക്കും എന്ന് പറയുന്ന ദുആ തന്നെയല്ലേ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിലെ ഇസ്തിആനത്ത്? അവിടെ നിങ്ങൾ മനുഷ്യർക്ക് ഇസ്തിസ്നാ ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അത് തന്നെയല്ലേ ഞങ്ങൾ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട്
അവർ സഹായിക്കുമെന്നല്ലേ ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ മനുഷ്യർക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഞങ്ങൾ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് അവർ പറയുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ ഉത്തരം മുട്ടും. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ കൃത്യമായി പറയും, ഈ പറയുന്ന മുഅ്ജിസത്ത് കറാമത്ത് അള്ളാഹു സൃഷ്ടികളായ അമ്പിയാ ഔലിയാക്കളിലൂടെ പ്രകടിപ്പിക്കുന്നതാണ്, അല്ലാതെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും യഥേഷ്ടം എടുത്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു കഴിവ് വിട്ടുകൊടുത്ത കഴിവല്ല. അതുകൊണ്ട് തന്നെ അള്ള കൊടുക്കാത്ത അള്ളാഹുവിന്റെ മാത്രം കഴിവാണത്. ആ കഴിവ് ഏതൊരു സൃഷ്ടിക്കുണ്ടെന്ന് വിശ്വസിച്ചാലും അത് അള്ളാഹുവിന് പങ്കു ചേർക്കലാണ്. അതേപോലെ ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും എന്ന് പറയുന്ന ആയത്തിൽ പറയുന്ന ദുആ കേട്ട് ഉത്തരം ചെയ്യാനുള്ള കഴിവ് സൃഷ്ടികളിലും മനുഷ്യരുൾപ്പെടെ ഒരാൾക്കും നൽകിയിട്ടില്ല, ഒരു ഇസ്തിസ്നാവും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ദുആ ജിന്നിനോടാണെങ്കിലും മലക്കിനോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും ശിർക്കാണ് 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 എന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഒരു പ്രയാസവും ഇല്ല കേട്ടോ റഷീദേ.